ഹായ് ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ. കടലയും കപ്പയും ചേർന്നൊരു പുഴുക്കാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ചൂട് ചായയുടെ കൂടെ നല്ല എരിവുള്ള കപ്പ കടലപ്പുഴുക്കും കൂടി ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കപ്പ കടലപ്പുഴുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു ചെറിയ പീസ് കപ്പ ഇതുപോലെ ഇത്രയും വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അര കപ്പ് കടല വെള്ളത്തിൽ 8 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 7-8 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് കടലയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അര കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കടല വേവിക്കണം. കടല വേവിക്കുന്നതിന് മുന്നേ കുറച്ച് മസാലകളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ കടല നമ്മൾ മസാലക്കറി ആക്കിയിട്ട് ചെയ്തിട്ടല്ല നമ്മുടെ കപ്പയിലേക്ക് ചേർക്കുന്നത്. അതുകൊണ്ട് ആദ്യം കുറച്ച് മസാലപ്പൊടികളൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ആ പൊടികൾ കടലയിലേക്ക് ചേർത്ത് വേവിക്കണം. കപ്പ സെപ്പറേറ്റ് വേവിക്കണം. രണ്ടിനും 2 വേവായതുകൊണ്ട് 2ആയിട്ട് വേവിച്ചിട്ടാണ് നമ്മൾ പുഴുക്കാക്കുന്നത്. അതിൻ്റെ അരപ്പ് വേറെ ചെയ്തെടുക്കണം. അപ്പോൾ 3 കാര്യങ്ങൾ ചെയ്ത് റെഡി ആക്കിയിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് കടല വേവിക്കാൻ വെക്കാം. കടല വേവിക്കാൻ വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ മസാലപ്പൊടികളൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചെറിയ പാൻ മതി. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മസാലകളില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. 1 ടീസ്പൂൺ മതി കേട്ടോ. നമ്മുടെ കടലയുടെ അളവ് കുറവായതുകൊണ്ടാണ് ഞാൻ എല്ലാം ചെറിയ അളവിൽ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് മുളക് പൊടി 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഗരം മസാലപ്പൊടിയാണ്. അതൊരു 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും മസാലപ്പൊടികളാണ് നമ്മൾ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നത്. ഒരുപാട് റോസ്റ്റായി പോകണ്ട. ഒന്ന് പൊടികളുടെ ആ ഒരു റോ സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുക. ഇത് എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ ചൂടാക്കിയെടുക്കാം. ഇതുപോലെ പാനിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം നമുക്ക് ബാക്കി നമ്മുടെ കടല ഇത് ചേർത്ത് വേവിക്കാനായിട്ട്. കടലയിലേക്ക് മസാല നന്നായിട്ട് പിടിച്ചു വരാനാണ് നമ്മൾ ഇതുപോലെ മസാലപ്പൊടി ചൂടാക്കി ചേർക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് പുഴുക്കാക്കി വരുമ്പോൾ കടലയിലേക്ക് മസാലപ്പൊടി പിടിക്കില്ല. അതുകൊണ്ടാണ് പച്ച മസാലപ്പൊടികൾ ചേർക്കുകയാണെങ്കിൽ കടല വെന്ത് വരുമ്പോഴും മസാലപ്പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ല് നിൽക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് മാത്രം കടലയിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് വേവിച്ചെടുക്കുക. ഇത് മാത്രമാണ് ഈ ഒരു കുക്കിങ്ങിൽ കൂടുതലായിട്ട് സമയമെടുക്കുന്ന ഒരു കാര്യം എന്ന് പറയാം. ബാക്കിയുള്ളതൊക്കെ വേഗം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് കപ്പ കുക്കറിൽ വേവിക്കണം എന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിക്കാം, കലത്തിൽ വേവിക്കണം എന്നുണ്ടെങ്കിൽ കലത്തിൽ വേവിക്കാം. ഞാനിപ്പോൾ ഒരു മൺകലത്തിലാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കപ്പ ഉടഞ്ഞു കുഴഞ്ഞു പോവില്ല. കുക്കറിലാണെങ്കിൽ ചില കപ്പ ഉടഞ്ഞു കുഴഞ്ഞു പോവും. അപ്പോൾ കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഴുക്ക് അത്ര സുഖം ഉണ്ടാവില്ല. കപ്പ ഉടയാതിരുന്നിട്ട് നമ്മുടെ കടലയും ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകുന്നതാണ് അത് നല്ലത്. ഉടഞ്ഞു പോകാന്ന് വെച്ചാൽ വല്ലാതെ ഉടഞ്ഞു പോരുത്, ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുക. ഇപ്പോൾ ഇതാ നമ്മുടെ മസാലപ്പൊടികളുടെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. മസാലപ്പൊടികൾ കുക്കായി വരുന്നുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കടലയുടെ കുക്കിംഗ് ടൈം അനുസരിച്ച് 5 or 6 വിസിലോ 7 or 8 വിസിലോ എത്ര വിസിലാണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലുള്ള കടല 8 വിസിലാണ് കുക്കിംഗ് ടൈം. അപ്പോൾ ഞാൻ 8 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കും. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ കടല വേവാൻ കൂടുതൽ സമയം എടുക്കും. ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതിപ്പോൾ ഇതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ കടല ഞാൻ വേവിക്കാൻ വെച്ചു. പിന്നെ ഞാനിപ്പോൾ ഒരു കലത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കപ്പ ചേർത്തിട്ട് കപ്പ വേവിക്കാൻ വെക്കാം. കപ്പയിലേക്കും ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. കപ്പ ഒരു പകുതി വേവാകുമ്പോഴേ ഉപ്പ് ചേർക്കുന്നുള്ളൂ. കപ്പയും കുക്കായി വരട്ടെ. അപ്പോൾ കപ്പ പകുതി വേവാകുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കാം. ഇതൊന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അരപ്പിൻ്റെ കാര്യം നോക്കാം. അരപ്പിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുക. നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങയിലാണ് ഇത് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് കപ്പയുടെയും കടലയുടെയും ടേസ്റ്റ് വേണം. അതിനായിട്ടാണ് ഞാൻ തേങ്ങ കുറച്ച് ചേർക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതുപോലെ ഒന്ന് 2ആയിട്ട് ഒടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ വേഗം അരിഞ്ഞു കിട്ടും.
ഇതൊന്ന് ഒതുക്കിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. ഇത്രയും ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം, ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ, നന്നായിട്ട് അരച്ചെടുക്കരുത്. ഒതുക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളിയും കൂടി ചേർത്തൊന്ന് വീണ്ടും ഒന്ന് കറക്കിയെടുക്കണം. ഉള്ളി ഒരുപാട് അരഞ്ഞു കിട്ടരുത്, അതുകൊണ്ടാണ്. നമ്മുടെ അവിയലിൻ്റെയൊക്കെ ഒരു പാകത്തിൽ ഒതുക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളിയും കൂടി ചേർത്ത് ഒന്നുകൂടി കറക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെയോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ ഈ ഉള്ളിയും കൂടി ചേർത്തൊന്ന് കറക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയും കൂടി ചേർത്ത് കറക്കിയെടുക്കുമ്പോൾ ഇത് കണ്ടോ, ഉള്ളിയൊക്കെ കുറച്ച് വലിയ പീസുകളായിട്ട് ഇതുപോലെ കിടക്കുന്നുണ്ടാവും. തേങ്ങയാണെങ്കിലും ഒരുപാട് അരഞ്ഞു പോവാതെ ഇതുപോലെ കിട്ടും. വെള്ളം ഒട്ടും ചേർക്കരുത് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ കടലയും കപ്പയും ഒക്കെ കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ കപ്പ ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കപ്പയൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കപ്പ ഒരു 5 മിനിറ്റും കൂടി കുക്കായി കിട്ടും. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. അധികം വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ നമുക്ക് ഒരു 3 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി ഈ അരപ്പിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില. ആ വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ഒക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. നമ്മൾ കടലയ്ക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്. തേങ്ങയൊന്ന് നന്നായിട്ട് റോ ടേസ്റ്റൊക്കെ മാറി വരുമ്പോൾ നമുക്ക് കടല വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. കടല വേവിച്ച വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. കടലയിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല, ചൂടുവെള്ളം ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ഇനി കടല വെള്ളത്തോടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച കപ്പയും കൂടി ചേർത്ത് കൊടുക്കാം. കപ്പ ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി കപ്പയും കടലയും കൂടി ചേർന്ന് ഈ കടലയുടെ ഗ്രേവിയിൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് കുക്കായി വരണം. അപ്പോൾ കടലയിൽ ആ മസാല എല്ലാം കപ്പയിലേക്ക് പിടിച്ചു വരും. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. തുറന്ന് വെച്ചിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു കടല കഴിച്ചു നോക്കുക ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ. അപ്പോൾ കടല കഴിച്ചു നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുഴുക്ക് നമുക്ക് റെഡിയായി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് വെള്ളം വറ്റി വന്നാൽ കറക്റ്റ് ടെക്സ്ചർ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനിയിപ്പോൾ നമുക്ക് കപ്പയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കാം. 1-2 കൊടുക്കാം. ഒരുപാട് ഉടയണ്ട. ഒരുപാട് ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും നമ്മുടെ പുഴുക്ക്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇതുപോലെ 1-2 കൊടുക്കുക. വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ. കടല കപ്പപ്പുഴുക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കാറുണ്ടോ ഇല്ലയോ എന്നുള്ളതും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി ആ ഗ്രേവി ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ കപ്പ കടലപ്പുഴുക്കതാ വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.